കാൽപന്തിനെ നെഞ്ചോട് ചേർത്ത ബ്രസീലിൽ പ്രതിഭകൾക്ക് ഒരിക്കലും ക്ഷാമമുണ്ടാവില്ല. ഓരോ കാലത്തും ടീമിനെ തോളിലേറ്റാൻ ഓരോ താരങ്ങൾ ബ്രസീലിയൻ മണ്ണിൽ അവതരിക്കും. അങ്ങനെ അവതരിച്ച ഒരാളുണ്ട്, ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഭാവി എന്ന് പോലും വിശേഷണം ലഭിക്കുന്ന ഒരാൾ, ബ്രസീലിയൻ വണ്ടർ കിഡ്. അങ്ങനെ ഒരു പേര് വിനീഷ്യസ് ജൂനിയറിന് 2017 നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിൽ ഇപ്പോഴിതാ മറ്റൊരു ബ്രസീലിയൻ ഫുട്ബോളറെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബ്രസീലിയൻ വണ്ടർ കിഡ് വിറ്റർ റോക്കി, വിറ്റർ റോക്കി എന്നിങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഈ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്തായാലും ആളിപ്പോൾ ബാഴ്സയിലാണ്. ബ്രസീലിയൻ ക്ലബ് അത്ലറ്റിക്കോ പാരനൈൻസിൽ നിന്നാണ് 18-കാരനെ ബാഴ്സ സ്വന്തമാക്കിയിരിക്കുന്നത്. 7 വർഷത്തെ കരാറിൽ 2024-25 സീസണിലാകും മുന്നേറ്റ താരം ബാഴ്സയ്ക്കൊപ്പം ചേരുക. 2023-24 സീസൺ കൂടി പാരനൈൻസിനു വേണ്ടി താരം കളിക്കും. ആഴ്സണൽ, ടോട്ടനം ഹോട്ട്സ്പർ, ചെൽസി, ബയൺ മ്യൂണിക് തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകളെല്ലാം താരത്തിന് വേണ്ടി നീക്കം നടത്തിയിരുന്നു. പുതിയ റൊണാൾഡോ എന്ന് വിളിപ്പേരുള്ള വിറ്റർക്ക് 40 മില്യൺ യൂറോയാണ് കാറ്റലൻ ക്ലബ്ബ് ഓഫർ ചെയ്തത്. കൂടാതെ അധിക തുകയായി 21 മില്യൺ യൂറോയും നൽകും. 2024 താരം ക്ലബ്ബുമായി 7 വർഷ കരാറിൽ ഒപ്പുവയ്ക്കുമെന്നും 500 ദശലക്ഷം യൂറോ ആയിരിക്കും റിലീസ് വ്യവസ്ഥ എന്നും ബാഴ്സ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ബ്രസീലിന്റെ സീരിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് ചേക്കേറുന്ന ഏറ്റവും ചിലവേറിയ രണ്ടാമത്തെ താരമാകും ഇതോടെ വിറ്റർ റോക്കി. ബ്രസീൽ ദേശീയ യുവ ടീമുകൾക്ക് വേണ്ടി നടത്തിയ മിന്നും പ്രകടനമാണ് താരത്തെ യൂറോപ്യൻ ക്ലബ്ബുകളുടെ നോട്ടപ്പുള്ളിയാക്കിയത്. പാരനൈൻസിനു വേണ്ടി 66 മത്സരങ്ങളിൽ നിന്നായി 22 ഗോളുകൾ നേടിയിട്ടുണ്ട്. മൊറോക്കോയുമായി നടന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീലിനു വേണ്ടി കളത്തിലിറങ്ങി. ബ്രസീൽ ടീമിന് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം അന്ന് സ്വന്തമാക്കി. ഈ വർഷം നടന്ന ദക്ഷിണ അമേരിക്കൻ അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിലും ഫുട്ബോൾ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു വിറ്റർ റോക്കി. ടൂർണമെന്റിൽ റോക്കി നേടിയ 6 ഗോളുകളുടെ ബലത്തിലാണ് ബ്രസീൽ കിരീടം നേടിയത്. വെറ്ററൻ താരം റോബർട്ട് ലെവൻഡോവ്സ്കിക്കു പകരക്കാരനായി നമ്പർ 9 പൊസിഷനിലേക്കാണ് ബാഴ്സ റോക്കിയുവിനെ പരിഗണിക്കുന്നത്. 2023 തുടക്കത്തിലൊക്കെ റോക്കിയുവിനെ പലരും ലൂയിസ് സുവാരസിന്റെ കൗമാരകാലത്തെ കരിയറുമായി താരതമ്യം ചെയ്തു തുടങ്ങിയിരുന്നു. പുതിയ സുവാരസ് എന്ന വിളിപ്പേര് വരെ ഈ ബ്രസീലിയൻ വണ്ടർ കിഡിന് ആ കാലത്ത് ലഭിച്ചിരുന്നു. 2022 ഏപ്രിൽ മാസത്തിലായിരുന്നു ക്രൂസിയോറിൽ നിന്നും കേവലം 4 മില്യൺ പൗണ്ടിന് താരത്തെ പാരനൈൻസ് സ്വന്തമാക്കിയത്. അന്ന് ആകെ കളിച്ച 36 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും 3 അസിസ്റ്റുകളും നേടാൻ റോക്കിയുവിന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രായത്തിലും പെനാൽറ്റി ഏരിയയിലെ അതിശയിപ്പിക്കുന്ന മികവാണ് ബ്രസീലിയൻ സുവാരസ് എന്ന പേര് റോക്കിയുവിന് നേടിക്കൊടുക്കുന്നത്. സൗത്ത് അമേരിക്കൻ അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ മിന്നും ഫോമിൽ കളിച്ചതോടെയാണ് റോക്കിയു ഭാവി താരം എന്ന വിശേഷണങ്ങൾ സ്വന്തമാക്കിയത്. 2005 ഫെബ്രുവരി 28 റോക്കിയുവിന്റെ ജനനം. മിനാസ് ജെറൈസിലെ ടിമോട്ടിയോയിൽ ജനിച്ച വിറ്റർ റോക്കി 10ാം വയസ്സിൽ അമേരിക്ക മീനിറോയുടെ യൂത്ത് സെറ്റപ്പിൽ ചേർന്നു. 2018 ടീമിന്റെ യൂത്ത് വിഭാഗങ്ങളിൽ മികച്ച ഫോമിൽ കളിച്ചു. ആ പ്രായം മുതൽ ഫുട്ബോൾ തന്നെയായിരുന്നു റോക്കിയുവിന്റെ ജീവവായു എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിലും ബ്രസീലിയൻ മണ്ണിൽ എങ്ങനെയാണ് ഫുട്ബോളിനെ സ്നേഹിക്കാതിരിക്കുന്നത്, ആഗ്രഹിക്കാതിരിക്കുന്നത്? എന്തായാലും 2024-25 സീസണിൽ വിറ്റർ ഹ്യൂഗോ റോക്കി ഫെരേര എന്ന പേര് ലോകമെമ്പാടുമുള്ള ആരാധകരെ സ്വന്തമാക്കും എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന റോക്കിയുവിന് യൂറോപ്പിൽ ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രപരമായാണ് വിറ്റർ റോക്കിയുവിനെ ബാഴ്സ തങ്ങളുടെ തട്ടകത്തിൽ എത്തിച്ചത്.